ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബന്ധനത്തിലായിരുന്ന ആയുധത്തിന്റെ കാര്യവാ ഞാൻ പറഞ്ഞത്. അയാളിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ ആയുധം നഷ്ടപ്പെട്ടത് അംബികയ്ക്ക് ആപത്താണ്. സത്യം പറഞ്ഞ ഞാൻ ഒരു പെണ്ണുങ്ങളോടും ഇത്ര അടുത്ത് സംസാരിച്ചിട്ടില്ല. അതും നുണ. ഞാൻ നുണ പറയില്ല സാന്ദ്ര. സ്നേഹം കിട്ടാൻ വേണ്ടി വെറുതെ കള്ളക്കഥയും പറയില്ല. സത്യാ പറയുന്നേ. എനിക്കിവിടെ ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അഫേഴ്സ് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഒരു പെണ്ണിനോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ അമ്മയോടോ? അമ്മ പെണ്ണല്ലേ? തമാശ. എന്താ ഇതുവരെ കല്യാണം ഒന്നും കഴിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെല്ലാവർക്കും ഞാൻ ഋതികയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു താല്പര്യം. എന്തോ എനിക്ക് അവളെ പണ്ട് മുതലേ വെറുപ്പായിരുന്നു. അതെന്താ? ഋതിക മേഡം നല്ല സുന്ദരിയല്ലേ? എന്റെ സൗന്ദര്യ സങ്കല്പം അങ്ങനെയൊന്നുമല്ല. ദേ, ഈ ബ്യൂട്ടിയില്ലേ, ഈ ചിരി, ഈ കണ്ണുകള്. ലവറിന്റെ കാര്യത്തിൽ ദീപക് സാറിന് കുറച്ച് ഓൾഡ് കൺസെപ്റ്റ്സ് അല്ലേ ഉള്ളത്? എനിക്ക് ഈ മോഡേൺ ഗേൾസിനൊന്നും അത്ര ഇഷ്ടമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അമേരിക്ക വെച്ച് എനിക്ക് എത്ര മതാമരെ കിട്ടായിരുന്നു. ഗ്രേസ് ജോൺസ് എന്നൊരു അമേരിക്കൻ സൂപ്പർ സ്റ്റാർ എന്നെ പ്രേമിച്ചതാ. ദേ, ഇതൊന്നും തള്ളാണെന്ന് കരുതി തള്ളിക്കളയരുത്. 100% സത്യമാ ഞാൻ പറയുന്നത്. എനിക്കറിയാം ദീപക് സാറിനെ. ഐ വിൽ നോട്ട് ഡിസ്ട്രസ്റ്റ് യു. താങ്ക് യു. സാന്ദ്ര, ഞങ്ങളുടെ കുടുംബോക സ്ഥാപനങ്ങളുടെ എല്ലാം തലപ്പത്ത് ഇപ്പൊ ഇരിക്കുന്നത് ഋതികയാ. അതവളെന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം അമ്മയെ അമ്മാനും കൂടി ഇരുത്തിയിരിക്കുന്നതാ. ആ സ്ഥാനത്ത് ഇരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഞാനാ. വൈകാതെ ആ കസേരയില് ഞാൻ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോ സൂര്യമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ഈ ദീപക് വർമ്മ, എന്നോടൊപ്പം എന്റെ ഭാവി വധു സാന്ദ്ര ദീപക്. നമുക്കൊരു സെൽഫി എടുത്താലോ? ചേർന്നേക്ക്. കുഴപ്പമായോ? എന്താണ് അവിടെ? അമ്മാവ, ഞാൻ സാന്ദ്രയെ കണ്ടപ്പോ. പബ്ലിക് പ്ലേസിലാണോടാ നിന്റെ റൊമാൻറ്റിക് ഡ്രാമ? നിങ്ങൾ എന്റെ മോളുടെ കമ്പനികളുടെ IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലേ? അതെ സർ. ഒരു പൊതുസ്ഥലത്ത് ഇവനെ പോലുള്ളവരുടെ കൂടെ നിന്ന് ഇങ്ങനെ റൊമാൻസ് കളിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? സർ, ഇത് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഒരു ചീത്ത പേരല്ലേ? അത് നിങ്ങളുടെ പേരിൽ നടപടി എടുക്കണോ വേണ്ടെന്ന് ഞാൻ എന്റെ മകളോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. സർ, ഇവൻ ആരാന്ന് ശരിക്കും അറിയോ കുട്ടിക്ക്? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഓടാ വീട്ടില്, ബാക്കി ഞാൻ വീട്ടിൽ വെച്ച് തന്നോളാം.
സൂര്യമംഗലം സ്ഥാപനങ്ങൾക്കും അതിലെ സ്റ്റാഫുകൾക്കും ഒരു മാന്യതയുണ്ട്. അത് നശിപ്പിക്കുന്ന ആരോടും ഞങ്ങൾ ക്ഷമിച്ചൊന്നും വരില്ല. വണ്ടിയെടുക്കുക. ഐക്കരം മഠത്തിൽ അമ്മയാണല്ലോ. എന്താണാവോ ഇപ്പൊ വിളിക്കുന്നേ? അമ്മേ, അംബികെ, വളരെ ഗൗരവമേറിയ ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. പറയമ്മേ. ഞാൻ ഹോമം ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ അകക്കണ്ണിൽ തെളിഞ്ഞത് അംബിക വർമ്മയ്ക്ക് നേരെയും പത്മയ്ക്ക് നേരെയും കരുതി വെച്ചിരുന്ന ആ ആയുധം ഇപ്പോ അവിടെ ഇല്ല. ബന്ധനത്തിലായിരുന്ന ആയുധത്തിന്റെ കാര്യവാ ഞാൻ പറഞ്ഞത്. അയാളിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ ആയുധം നഷ്ടപ്പെട്ടത് അംബികയ്ക്ക് ആപത്താണ്. വർമ്മയും പത്മയും തമ്മിൽ കണ്ടുമുട്ടാനും ഒരുമിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാ. വർമ്മയെ തളയ്ക്കണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? ആദ്യം അയാള് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് എന്നെ വിളിക്കും. ശരി. അമ്മയാ, അയാള് ചെന്ന് കൊളുത്തി കൊടുത്തു കാണും. ഇനി അമ്മയുടെ ചീത്ത കൂടി കേൾക്കണല്ലോ ദൈവമേ. എന്താമേ? എടാ, നീ എവിടെയാ ഇപ്പോ? ഞാനിവിടെ ടൗണിലുണ്ട്. നീയേ ഇന്ന് ആ ജഗന്റെ അടുത്ത് പോയിരുന്നോ? പോയല്ലോ. അയാൾക്ക് ഫുഡും കൊണ്ടു കൊടുത്തു. എന്നാലേ ഒരു സംശയം. നീയേ അയാളെ പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിലേക്കൊന്ന് വന്നേ. ശരി അമ്മേ.